മറ്റൊരു വാർത്തയുള്ളത് KB ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഗണേഷ് കുമാറിന് മാത്രം ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകിയില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പിന്തുണയില്ലാതെ വന്നതോടുകൂടിയാണ് അംഗത്വം പുതുക്കി നൽകാത്തത്. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? അഭിലാഷ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ നമ്മൾ കേട്ടതാണ്. യൂണിയനിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, അവിടെ ഉണ്ടാകുന്ന അംഗങ്ങളെല്ലാം രാജിവെക്കുന്നു, ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വരുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായതാണ്. ഇതിനൊക്കെ പിന്നാലെ അവർ തന്നെ NSS നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ 9 പേരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. അതായത് KB ഗണേഷ് കുമാർ ഉൾപ്പെടെ 9 പേരുടെ. പക്ഷേ ബാക്കി 8 പേരുടെയും ഈ ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകി. 9-നായ ഗണേഷിന്റെ പുതുക്കി നൽകിയില്ല. അതിന് പ്രധാന കാരണം ഈ താലൂക്ക് യൂണിയന്റെ പിന്തുണ ഇല്ല എന്നുള്ളതാണ്. അവരുടെ പിന്തുണയോടുകൂടി ആണ് സാധാരണ ഈ ഡയറക്ടർ ബോർഡിൽ തുടരുക. അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു തർക്കമാണ് ഫലത്തിൽ ഇങ്ങനെ കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. പക്ഷെ ഒന്നുകൂടിയുണ്ട്, സാധാരണ NSS നേതൃത്വവുമായി ഒക്കെ ഒരു അടുപ്പമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളൊക്കെ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഗണേഷിന് NSS നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉൾപ്പെടെ ആ നിലയിലൊരു പിന്തുണ ലഭിച്ചില്ല എന്ന് വേണം വായിച്ചെടുക്കാൻ. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറെ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തിന് മുൻപൊക്കെ ഗണേഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി പശ്ചാത്തലത്തിൽ ആണ് ഫലത്തിൽ ഗണേഷിന് ഡയറക്ടർ ബോർഡിൽ തുടരാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണ വലിയ എന്തെങ്കിലും NSS നേതൃത്വമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഈ നിലയിൽ ഫലത്തിൽ അംഗത്വമൊക്കെ പിന്നീട് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുള്ളത്. പക്ഷേ അതാണ് 9 പേരിൽ 8 പേർക്കും വീണ്ടും അവിടെ തുടരാൻ കഴിഞ്ഞതും. ഗണേഷിന്റെ കാര്യത്തിൽ ഈ സംഭവം ഇങ്ങനെയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് ഒരു വില്ലനായി മാറിയത്. അഭിലാഷ്, യെസ്, ഇതാണ് സാഹചര്യം. അതായത് NSSന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് ഗണേഷ് കുമാറിന് മാത്രം ആണ് അംഗത്വം പുതുക്കി ലഭിക്കാത്തൊരു സാഹചര്യം ഇല്ലാതെയായത്. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പിന്തുണയില്ലാതെ വന്നു ഗണേഷ് കുമാറിന്. അതുകൊണ്ടാണ് ഇങ്ങനെ അംഗത്വം പുതുക്കി നൽകാത്തത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.